നമസ്കാരം. മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവും വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതും പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് ആ വോട്ട് പുനഃസ്ഥാപിച്ചതുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായത്. ഹൈക്കോടതി ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് വൈഷ്ണ സുരേഷിന്റെ പേര് വീണ്ടും വോട്ടർ പട്ടികയിൽ ചേർത്തതോടുകൂടി വൈഷ്ണ സുരേഷ് സൂപ്പർ താരമായി. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ മണ്ഡലമായി, ഏറ്റവും വലിയ സ്റ്റാർ വാർഡായി മുട്ടട വാർഡ് മാറി. വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജയിച്ചു എന്ന് കോൺഗ്രസുകാർ വിധി എഴുതി. സംസ്ഥാനത്തെ പ്രധാന നേതാക്കന്മാരെല്ലാം വൈഷ്ണ സുരേഷിന്റെ പ്രചരണത്തിനായി മുട്ടടയിൽ തടിച്ചുകൂടി. എന്നാൽ ഒരു ചോദ്യം പ്രസക്തമായി ഉയരുന്നുണ്ട്. എന്താണ് വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ, എന്താണ് വൈഷ്ണ സുരേഷിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത സംഭവത്തിൽ ഉണ്ടായത്? കാര്യം വളരെ സിമ്പിൾ ആണ്. വൈഷ്ണ സുരേഷ് വോട്ടർ പട്ടികയിൽ ചേർക്കാനായി കൊടുത്ത അഡ്രസ്സിലെ വീട്ടിൽ വൈഷ്ണ സുരേഷ് താമസിക്കുന്നില്ല. ആ അഡ്രസ്സിൽ താമസിക്കുന്നത് മറ്റൊരാളാണ്. ആ അഡ്രസ്സിലെ വാടക ചീട്ട് പോലും വൈഷ്ണ സുരേഷിന്റെ പേരിലല്ല. കാര്യം സിമ്പിൾ. അതായത് നിങ്ങൾ കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കൊടുത്ത അഡ്രസ്സിൽ നിങ്ങൾ താമസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല, നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ കാണില്ല. ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടി. അതിലാണ് കേരളത്തിലെ കോൺഗ്രസുകാര് ഹൈക്കോടതി പോയി സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നിർദ്ദേശം നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണ സുരേഷിന്റെ പേര് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയും ചെയ്തത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. വൈഷ്ണ സുരേഷ് അവിടെ താമസിക്കുന്നു എന്നുള്ള രേഖ, വൈഷ്ണ സുരേഷ് താമസിക്കുന്ന വീട്ടിൻ നമ്പറിൽ വൈഷ്ണ സുരേഷ് താമസിക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായി അവിടെ താമസിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിലും വൈഷ്ണ സുരേഷിനെ അവിടെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, അതായത് വൈഷ്ണ സുരേഷ് മത്സരിക്കുന്ന വാർഡിൽ ആ പ്രദേശത്ത് താമസിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലുമൊക്കെ വൈഷ്ണ സുരേഷ് അവിടെ ഉള്ള ആളാണെന്ന് അറിയാമെങ്കിൽ ആ വ്യക്തിക്ക് വോട്ട് നിഷേധിക്കാൻ പാടില്ല. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണ സുരേഷിന് അനുകൂലമായി നൽകിയ ഉത്തരവിൽ പറയുന്നത്. കോൺഗ്രസുകാരെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ദേശീയ നേതാവായ പ്രധാനമന്ത്രി കുപ്പായം തച്ച് കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും വോട്ട് ചോരി എന്ന പേരിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മണിക്കൂറുകളോളം നേരം ലൈവ് കൊടുത്ത് BJP സർക്കാരിനെ, NDA സർക്കാരിനെ കള്ളത്തരത്തിന്റെ മുൾമുനയിൽ നിർത്തിയ, സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ വോട്ട് ചോരി വിവാദം എന്തായിരുന്നു? രാഹുൽ ഗാന്ധി പറഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ അഡ്രസ്സിൽ ഇന്ന ആളുകൾ താമസിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വോട്ടുള്ളവരുടെ അഡ്രസ്സുകളിൽ ആ പേരിലുള്ള ആള് താമസിക്കുന്നില്ല. ഇതാണല്ലോ സിമ്പിൾ ആയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. ആ അഡ്രസ്സിൽ ഇങ്ങനെ ഒരാൾ ഇല്ലാത്തപ്പോൾ അത് കള്ള വോട്ടായി പരിഗണിക്കണം. ഈ 3-ാം വാർഡിൽ അല്ലെങ്കിൽ 5-ാം വാർഡിൽ ഇന്ന വീട്ടിൽ ഒരാളുണ്ട് എന്ന് വോട്ടർ പട്ടികയിലുണ്ട്, എന്നാൽ ആ ആൾ താമസിക്കുന്നത് ആ അഡ്രസ്സിലല്ല. അതുകൊണ്ട് തന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ലക്ഷക്കണക്കിന് കള്ള വോട്ടുകൾ നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അതേ കാര്യമല്ലേ കോൺഗ്രസുകാരാ മുട്ടടയിൽ വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിലും സംഭവിച്ചത്? രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ കാലങ്ങളായി രാജ്യത്ത് മോദി സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, BJP, NDA എല്ലാം ചേർന്ന് വോട്ട് ചോരി നടത്തുന്നു എന്ന് പറഞ്ഞ അതേ സംവിധാനം, അതേ വിഷയം തന്നെയല്ലേ നിങ്ങൾ ഇവിടെ നിയമപരമാക്കി മാറ്റിയെടുത്തത്? അപ്പോൾ നിങ്ങൾ പാര വെച്ചത് ആർക്കാണ്? നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക്. നിങ്ങളുടെ രാഹുൽ ഗാന്ധി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരി തെറ്റാണ് എങ്കിൽ വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിലും ഇപ്പോൾ എടുത്ത നിലപാട് തെറ്റല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞ ന്യായം എല്ലാവർക്കും ബാധകമാണെങ്കിൽ വൈഷ്ണ സുരേഷിനും മുട്ടട വാർഡിൽ വോട്ട് കിട്ടാൻ പാടില്ലല്ലോ. മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷ് കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സിൽ വൈഷ്ണ സുരേഷ് താമസിക്കുന്നില്ലല്ലോ. ഇത് വൈഷ്ണ സുരേഷിന്റെ ഒരു നിയമം, മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ജനങ്ങൾക്ക് വേറൊരു നിയമം. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ഓർക്കണം. ഇതിന് മറുപടി പറയേണ്ടത് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ്. ഇവിടെ ഈ വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടിയെങ്കിൽ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും സാധാരണക്കാർക്ക് നീതി കിട്ടിയിട്ട് അത് അനീതിയാണെന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ പൊട്ടൻ? നിങ്ങൾ മനസ്സിലാക്കി മറുപടി പറയണം. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ
ഇത്രയും നീതിപൂർവമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് അത് തെറ്റാണ്, അത് കള്ള വോട്ടാണെന്ന് പറഞ്ഞ് നിരന്തരം കേരളത്തിലെ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയല്ലേ യഥാർത്ഥത്തിൽ പൊട്ടൻ? പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. എന്തായാലും നിങ്ങൾ ഡൽഹിയിൽ ഒരു നയം, നിങ്ങൾക്ക് കേരളത്തിൽ മറ്റൊരു നയം. രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു നിയമം, കേരളത്തിലെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പറയുന്നത് മറ്റൊരു നിയമം. എന്തായാലും ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണെന്നതിൽ ഒരു തർക്കവുമില്ല.